ഭഗവത്ഗീതയിൽ പറയുന്നത് മനസ്സിനെ എപ്പോഴും സമനിലയിൽ നിർത്തണമെന്നാണ്. സമനിലയിൽ നിർത്തണം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും നല്ല കാര്യം വരുമ്പോൾ, സുഖകരമായ കാര്യം വരുമ്പോൾ അമിതമായി സന്തോഷിക്കാനും പാടില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും ദുഃഖകരമായ കാര്യങ്ങളോ വീഴ്ചയോ സംഭവിക്കുമ്പോൾ തളരാനും പാടില്ല. ഇവിടെ ജ്ഞാനത്തിൻ്റെ ഒരൊറ്റ വാചകം ഓർത്താൽ മതി. ഈ സമയവും കടന്നുപോകും, ഒന്നും സ്ഥായിയല്ല. നമ്മൾ തന്നെ ഓർത്തു നോക്കി, നമ്മുടെ ചെറുപ്പകാലത്തുണ്ടായിരുന്ന സമ്പന്നരും പ്രമാണികളുമല്ല ഇന്നത്തെ സമ്പന്നരും പ്രമാണികളും. അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പകാലത്ത് ദരിദ്രരേഖയ്ക്ക് താഴെ കഴിഞ്ഞിരുന്നവരാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും ഇന്ന് സമ്പന്നരും പ്രമാണിമാരും പ്രശസ്തരുമായി വാഴുന്നത് ഇല്ലേ? അതാണ് പറഞ്ഞത്, എല്ലാ സമയവും മാറും. പിന്നെ നല്ല കാലം വരുമ്പോൾ ആ കാലം എങ്ങനെ നിലനിർത്തണം എന്നുള്ളതും ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലെപ്പോഴും ക്ഷമയും സ്നേഹവും കരുണയും സഹമനോഭാവത്തോടെയുള്ള പെരുമാറ്റവും ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവി നമ്മളെ കൂടെ നിൽക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ കാമം, ക്രോധം, മോഹം, ലോഭം, അഹങ്കാരം തുടങ്ങിയ വിഷയങ്ങളാണ് മനസ്സിനെ ഭരിക്കുന്നതെങ്കിൽ ചുറ്റുവട്ടത്തുള്ളതെല്ലാം കാട്ടുതീ പോലെ ചുട്ടരിക്കും. കാട്ടുതീ എന്ന് പറയുന്നത് നിസ്സാര തീയല്ല. അതിനെ കെടുത്തുക ദുഷ്കരമാണെന്ന് മാത്രമല്ല, ബുദ്ധിമുട്ട് തന്നെയാണ്. പൂന്താനം ജ്ഞാനപ്പാനിയിൽ പാടിയിരിക്കുന്നത് പോലെ കണ്ടെന്നിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. എത്ര മഹത്തായ വചനമില്ലേ? ഇതൊന്നോർത്താൽ മതി, നമുക്ക് നല്ല കാലം വരുമ്പോൾ അമിതമായി സന്തോഷിക്കാനും ഒരു വീഴ്ച വരുമ്പോൾ തളരാതിരിക്കാനും സാധിക്കും. മനസ്സിനെ എപ്പോഴും ഇങ്ങനെ സമനിലയിൽ നിർത്തുന്നവരെ ഭഗവത്ഗീതയിൽ പറയുന്നത് കർമ്മയോഗികൾ എന്നാണ്. കർമ്മയോഗികൾക്ക് എന്ത് സംഭവിച്ചാലും അത് അവരുടെ മനസ്സിനെ ബാധിക്കില്ല. അങ്ങനെയുള്ളവർക്കാണ് മോക്ഷം സിദ്ധിക്കുക എന്നും പറയുന്നുണ്ട്. മോക്ഷ സിദ്ധിക്കുന്ന അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഭൂമി കുലുങ്ങിയാലും എന്ത് സംഭവിച്ചാലും അവരുടെ മനസ്സിൽ എപ്പോഴും സംതൃപ്തിയും സമാധാനവുമായിരിക്കും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും നമുക്കതിൻ്റെ അടുത്തെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കാം. ഇങ്ങനെയുള്ള നല്ല നല്ല വചനങ്ങളും ഓരോരുത്തരുടെ ജീവിത പാഠങ്ങളും മനസ്സിൽ ഒന്നോർത്താൽ മതി.